മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അഹമ്മദാബാദ് വിമാന ദുരന്തം കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഓഫീസിൽ പാർട്ടി നടത്തിയ ജീവനക്കാരെ പുറത്താക്കി AISATS. എയർ ഇന്ത്യ ഉപകമ്പനിയായ AISATSന്റെ ഗുരുഗ്രാം ഓഫീസിലാണ് പാർട്ടി സംഘടിപ്പിച്ചത്. പാർട്ടിക്കിടെ ലുങ്കി ഡാൻസ് പാട്ടിനൊപ്പം ജീവനക്കാർ ചുവടുവെക്കുന്ന വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെയാണ് നടപടി. AISATS ജീവനക്കാരുടെ ആഘോഷത്തിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. വിമാന ദുരന്തത്തിൽ 260 പേരുടെ ജീവൻ നഷ്ടമായിരുന്നു. പല കുടുംബങ്ങൾക്കും ഉറ്റവരുടെ മൃതദേഹം പോലും ഒന്ന് കാണുവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് AISATSൽ ഈ വിധത്തിൽ ആഘോഷം നടക്കുന്നതെന്ന് എക്സിൽ വിമർശനമുയർന്നു. കമ്പനി CFO ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥരും ഈ പാർട്ടിയിൽ പങ്കെടുത്തിരുന്നു. മുതിർന്ന 4 ഉദ്യോഗസ്ഥരെ പുറത്താക്കുകയും പാർട്ടിയിൽ പങ്കെടുത്ത ബാക്കിയുള്ളവർക്ക് താക്കീത് നൽകുകയും ചെയ്തതായി എയർ ഇന്ത്യ വ്യക്തമാക്കി. വീഡിയോയ്ക്ക് പിന്നാലെ എയർ ഇന്ത്യക്കെതിരെ പ്രതിഷേധമുയർന്നതോടെ തങ്ങൾ ദുരന്തത്തിൽ ഉറ്റവരെ നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്കൊപ്പമാണെന്നും ഇപ്പോൾ പുറത്തുവന്ന ആഘോഷ വീഡിയോയെ അംഗീകരിക്കുന്നില്ലെന്നും കമ്പനി വക്താവ് പറഞ്ഞു. ഇത് തങ്ങളുടെ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള പ്രവൃത്തിയല്ല. ജീവനക്കാരുടെ നടപടി അങ്ങേയറ്റം ലജ്ജാകരമാണെന്നും ഇത്തരമൊരു ആഘോഷം നടന്നതിൽ ഖേദിക്കുന്നതായും എയർ ഇന്ത്യ വ്യക്തമാക്കി. ദുരന്തത്തിൽ മരിച്ചവരോടുള്ള ആദരസൂചകമായ എയർ ഇന്ത്യയും ടാറ്റ ഗ്രൂപ്പും സമൂഹമാധ്യമങ്ങളിലടക്കം കറുപ്പണിഞ്ഞതിനിടെയായിരുന്നു സാറ്റ്സിലെ ആഘോഷം. ഗ്രൗണ്ട് കാർഗോ ഹാൻഡ്ലിംഗ് കമ്പനിയായ AISATSൽ ടാറ്റയ്ക്കും സാറ്റ്സിനും 50% ഓഹരിയാണുള്ളത്. ജൂൺ 12-നായിരുന്നു ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം ടേക്ക് ഓഫിനിടെ കത്തിയമർത്തത്. ഹോസ്റ്റൽ കെട്ടിടത്തിലേക്ക് വിമാനം ഇടിച്ചു കയറിയ അപകടത്തിൽ വിദ്യാർത്ഥികളും പരിസരവാസികളും അടക്കം കൊല്ലപ്പെട്ടിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണിത്. ഇതിനിടെ വിമാന അപകടത്തിൽ തിരിച്ചറിയാനുള്ള അവസാന യാത്രക്കാരന്റെ DNA ഫലവും പുറത്തുവന്നു. ഭുജ് സ്വദേശി അനിൽ കിമാനിയുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞത്. 2 ആഴ്ചയായിട്ടും മൃതദേഹം കിട്ടാതെ വന്നതോടെ അനിലിന്റെ വീട്ടുകാർ 3 ദിവസം മുൻപ് പ്രതീകാത്മക സംസ്കാര ചടങ്ങുകൾ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് DNA ഫലവും പുറത്തുവന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരും പ്രദേശവാസികളും ഉൾപ്പെടെ 275 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക കണക്ക്. അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനത്തിന്റെ നിർണായക വിവരങ്ങൾ അടങ്ങിയ ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുന്നത് തുടരുന്നുവെന്ന് വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കി. ചൊവ്വാഴ്ച മുതൽ ബ്ലാക്ക് ബോക്സിലെ ഡാറ്റ എക്സ്ട്രാക്ഷൻ തുടങ്ങിയിരുന്നു. ഈ നടപടിക്ക് 7 മുതൽ 10 ദിവസം വരെ എടുത്തേക്കുമെന്നാണ് വ്യോമയാന മന്ത്രാലയം അറിയിച്ചത്. അപകടത്തെ സംബന്ധിച്ച അന്വേഷണത്തിൽ UN ഏവിയേഷൻ ഓർഗനൈസേഷനെ ഭാഗമാക്കില്ലെന്നാണ് സൂചന. യുണൈറ്റഡ് നാഷൻസ് ഏവിയേഷൻ ഏജൻസി നേരത്തെ അന്വേഷണത്തിൽ സഹായിക്കുവാൻ താൽപര്യം അറിയിച്ചിരുന്നു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും നാഷണൽ ട്രാൻസ്പോർട്ട് സേഫ്റ്റി ബോർഡും ചേർന്നാണ് വിവരങ്ങൾ ബ്ലാക്ക് ബോക്സിൽ നിന്ന് എടുത്തത്. ബ്ലാക്ക് ബോക്സിലെ മെമ്മറി മൊഡ്യൂളിലെ വിവരങ്ങൾ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ലാബിൽ ഡൗൺലോഡ് ചെയ്തു. കോക്പിറ്റ് വോയിസ് റെക്കോർഡറിലെയും ഫ്ലൈറ്റ് ഡേറ്റ റെക്കോർഡറിലെയും വിവരങ്ങൾ പരിശോധിച്ചു വരികയാണെന്നാണ് സർക്കാർ അറിയിക്കുന്നത്. വിമാനത്തിലുണ്ടായിരുന്ന 2 ബ്ലാക്ക് ബോക്സുകളും കണ്ടെടുത്തിട്ടുണ്ട്. വിമാനം പതിച്ച കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജൂൺ 13-നായിരുന്നു ആദ്യത്തെ ഭാഗം കണ്ടെടുത്തത്. രണ്ടാമത്തെ ഭാഗം ജൂൺ 14 വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെടുക്കുകയായിരുന്നു. ജൂൺ 24 ബ്ലാക്ക് ബോക്സുകൾ അഹമ്മദാബാദിൽ നിന്ന് ദില്ലിയിൽ എത്തിച്ചാണ് പരിശോധിച്ചത്. ജൂൺ 12-നാണ് ലണ്ടനിലേക്ക് പോകുവാനായി അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ഡ്രീം ലൈനർ ശ്രേണിയിലെ IX-787-8 വിമാനം സെക്കൻഡുകൾക്കുള്ളിൽ തകർന്നു വീണത്. സമീപത്തുള്ള മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം തകർന്നു വീണത്. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മലയാളി നഴ്സ് രഞ്ജിതയും അടക്കം 242 പേരുണ്ടായിരുന്നു വിമാനത്തിൽ. ഒരു യാത്രക്കാരനൊഴികെ മറ്റെല്ലാവരും ദുരന്തത്തിൽ മരിച്ചു. ഇതിനു പുറമെയാണ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നിരവധി പേരും പ്രദേശവാസികളും ദുരന്തത്തിൽ ഇരയായത്. അപകടത്തിൽ 275 പേർ മരിച്ചുവെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. ഇതിനിടെ വിമാനത്തിലെ എമർജൻസി എക്സിറ്റിൽ ഇരിക്കുകയായിരുന്ന വിശ്വാസ് കുമാർ രമേശിന്റെ ജീവൻ രക്ഷപ്പെട്ടത് അത്ഭുതകരമായിരുന്നു. തീഗോളങ്ങൾക്കിടയിൽ നിന്ന് വിശ്വാസ് കുമാർ രക്ഷപ്പെട്ടു വരുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റൊരു ദൃശ്യവും പുറത്തുവന്നു. പക്ഷേ അതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന വീഡിയോയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു. അപകട സ്ഥലത്തേക്ക് വിശ്വാസ് കുമാർ നടന്നു പോകുന്നതിന്റെയും പിന്നീട് തിരിച്ചു വരുന്ന ദൃശ്യങ്ങളുമൊക്കെയാണ് ഇപ്പോൾ പുറത്തുവന്നത്. അപകട സ്ഥലത്തേക്ക് ഇയാൾ നടന്നു നീങ്ങുന്നതും പിന്നീട് പുറത്തുവന്നതും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ആശ്ചര്യപ്പെട്ട പലരും ഈ അപകടത്തെ അതിജീവിച്ച വിശ്വാസ് അപകടമുണ്ടായ ഇടത്തേക്ക് നടന്നു നീങ്ങുകയും പിന്നീട് പുറത്തു വരികയും ചെയ്തത് സംശയാസ്പദമായാണ് കമന്റുകൾ കുറിക്കുന്നത്. വിമാനത്തിലെ യാത്രക്കാരുടെ വിവരങ്ങളും വിശ്വാസ് കുമാർ രമേശിന്റെ ബോർഡിംഗ് പാസും പല മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചതിനാൽ അദ്ദേഹം വിമാനത്തിലുണ്ട് എന്നത് ഉറപ്പായിരുന്നു. ഈ വീഡിയോയുടെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ അതിനെ കീ ഫ്രെയിമുകളായി വിഭജിച്ച് അവയിൽ ചിലതിൽ റിവേഴ്സ് ഇമേജ് സെർച്ചുകളൊക്കെ നടത്തി വിശ്വാസ് കുമാർ രമേശുമായി സാമ്യമുള്ള ഒരാൾ ഒന്നിലധികം തവണ ഈ അപകട സ്ഥലത്ത് പ്രവേശിച്ച് പുറത്തു കടക്കുന്നതായി നിരവധി ചെറിയ വീഡിയോകളായി ചിലർ സ്ക്രീൻഷോട്ടുകളായി നിരത്തുന്നുണ്ട്.
വളരെ കുറച്ച് ആളുകൾ മാത്രമുള്ളപ്പോൾ രമേശ് അപകട സ്ഥലത്ത് നിന്ന് ആദ്യം പുറത്തേക്ക് കടന്ന് അതേ വിമാനത്തിലുണ്ടായിരുന്ന തന്റെ സഹോദരനെ അന്വേഷിക്കാൻ 2 തവണ തിരികെ പോകുവാൻ ശ്രമിച്ചുവെന്നായിരുന്നു വൈറൽ ക്ലിപ്പിൽ പറയുന്നത്. ഈ ക്ലിപ്പിൽ വിശ്വാസ് കുമാർ രമേശ് അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നത് കാണിക്കുന്നുണ്ട്. അദ്ദേഹം പ്രവേശിച്ച കോമ്പൗണ്ടിൽ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്തിരിക്കുന്നതും ചുറ്റും കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ഈ ഒരു വീഡിയോയിൽ കാണാം. ആദ്യ ചിത്രത്തിൽ കാണുന്ന ചുമരിനോട് ചേർന്ന് നിൽക്കുന്ന സ്കൂട്ടർ പിന്നീട് കാണാനില്ല. കൂടാതെ സ്ഥലത്ത് ധാരാളം ആളുകൾ പിന്നീട് ഉണ്ടായി. 2 വീഡിയോകൾക്കിടയിൽ കുറച്ചു സമയം കടന്നുപോയി എന്നും ഇയാൾ പുറത്തു വരുന്ന ക്ലിപ്പ് പിന്നീട് എടുത്തതാണെന്നും ഇത് സൂചിപ്പിക്കുകയാണ്. രമേശ് തന്റെ ഫോണുമായി അപകട സ്ഥലത്തേക്ക് പ്രവേശിക്കുന്നതിന്റെയും മറ്റൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പ്രചരിച്ചിരുന്നു. സ്കൂട്ടർ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. കൂടാതെ ആ ദൃശ്യങ്ങളിൽ ഒരു നായ ഉണ്ടായിരുന്നു. അതും പുറത്തു വന്ന വീഡിയോയിൽ പിന്നീടില്ല. ഇതോടെ സംശയം ഉന്നയിച്ചവർ എത്തിച്ചേർന്ന ഒരു നിഗമനം വിശ്വാസ് ഒരു തവണയല്ല 2 തവണ അപകട സ്ഥലത്ത് പ്രവേശിച്ചതായി വ്യക്തമായി. രണ്ടാമത്തെ സംഭവത്തിൽ ഇയാൾ അകത്തേക്ക് കയറിയതിനു ശേഷം സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെ ആംഗ്യം കാണിച്ച് തിരികെ വിളിക്കുന്നുണ്ട്. വിശ്വാസ് പുറത്തേക്ക് വരുമ്പോൾ പിങ്ക് ഷർട്ടും നീല തലപ്പാവും ധരിച്ച ഒരാളെ കാണാം. വാർത്താ ഏജൻസികൾ പങ്കിട്ട വീഡിയോയിൽ നിന്ന് രമേശിനെ ആംബുലൻസിലേക്ക് നയിച്ച അതേ വ്യക്തി തന്നെയാണിത്. ജൂൺ 18 ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത BBC ഇന്ത്യയുടെ വീഡിയോ റിപ്പോർട്ടിൽ തലപ്പാവ് ധരിച്ച ആൾ സതീന്ദർ സിംഗ് സന്ധുവാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നു. ആംബുലൻസുകളുടെ ഒരു കൂട്ടത്തിന് മേൽനോട്ടം വഹിക്കുന്ന സന്ധുവാണ് അപകട സ്ഥലത്ത് ആദ്യം അടിയന്തരമായി പ്രവർത്തിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ട ദേശീയ മാധ്യമം ഈ ആംബുലൻസ് ഡ്രൈവറെ ബന്ധപ്പെട്ടു. അപകടത്തിൽപ്പെട്ട ഒരാളെ ആംബുലൻസ് മാറ്റുമ്പോഴായിരുന്നു രമേശിനെ ഗേറ്റിനടുത്ത് കണ്ടത്. അദ്ദേഹം ഉടൻ തന്നെ അകത്തേക്ക് പോയി വീണ്ടും പുറത്തേക്ക് വന്നു. അതിനുശേഷം താൻ ഇടപെട്ട് അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റി. എന്താണ് ചെയ്യുന്നതെന്ന് അയാൾക്കൊരു ഊഹവുമില്ലായിരുന്നു. അയാൾ ആ കെട്ടിടത്തിലേക്ക് അകത്തേക്കും പുറത്തേക്കും പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് നിൽക്കുവാൻ പറഞ്ഞു. വൈദ്യസഹായം ലഭിക്കുന്നതിനായി അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് നിർബന്ധിച്ചു കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് സഹോദരൻ അകത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും അദ്ദേഹത്തെ രക്ഷിക്കുവാൻ പോകണമെന്നും തന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ഒരു വാക്കുപോലും സംസാരിച്ചില്ല. ആ സമയത്ത് വിമാന അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തി ആ വ്യക്തിയാണെന്ന് സന്ധുവിന് അറിയില്ലായിരുന്നു. വിശ്വാസ് കുമാർ രമേശ് അപകട സ്ഥലത്ത് നിന്ന് പുറത്തു വന്ന തന്റെ സഹോദരനെ അന്വേഷിക്കാൻ കുറഞ്ഞത് 2 തവണയെങ്കിലും ഈ അപകടം നടന്ന ഇടത്തേക്ക് പോകുവാൻ ശ്രമിച്ചുവെന്നാണ് പിന്നീട് വ്യക്തമായിട്ടുള്ളത്. ഇത്തരം വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പല ആശയക്കുഴപ്പങ്ങൾക്കും കാരണമായി മാറുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവന്ന ദൃശ്യങ്ങൾ പ്രകാരം സഹോദരനെ രക്ഷിക്കുവാനായി പലതവണ ആ കോമ്പൗണ്ടിലേക്ക് വിശ്വാസ് പ്രവേശിച്ചതായാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനിടെ വിമാന അപകടത്തിൽ അന്വേഷണ സംഘം അട്ടിമറി സാധ്യത തള്ളിക്കളയുന്നില്ല. മെയിന്റനൻസ്, ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജീവനക്കാരെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദ്യം ചെയ്തിരുന്നു. CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു. കൂടാതെ ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം പിടിച്ചെടുത്തിട്ടുണ്ട്. എയർ ഇന്ത്യ ഡ്രീം ലൈനർ ടേക്ക് ഓഫിന് മുൻപ് പരിശോധിച്ച് ക്ലിയറൻസ് നൽകിയത് ഇവരാണ്. വിമാനത്തിന്റെ ഉൾവശം വൃത്തിയാക്കൽ, ഇന്ധനം നിറയ്ക്കൽ, ഹാൻഡ് സിഗ്നൽ നൽകൽ, വീൽചെയർ അസിസ്റ്റൻസ്, ഗേറ്റ് മാനേജ്മെന്റ്, കാർഗോ ലോഡിംഗ് എന്നിവയൊക്കെ ഇവരുടെ ജോലിയാണ്. ഭീകരബന്ധത്തിന്റെ സാധ്യതയും അന്വേഷണ സംഘം തള്ളിക്കളഞ്ഞിട്ടില്ലെന്ന് പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.